Hi friends, welcome to English Mithra and welcome to FAQ session. So ഇന്നത്തെ FAQ സെഷനിലും നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യം തന്നെ എന്താ ക്വസ്റ്റ്യൻസിന് അതെ മറുപടി പറയാം. അപ്പം ഇന്ന് നമുക്ക് ഒരു കോട്ട് കേട്ട് നോക്കിയാലോ. ഞാൻ എന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഭയങ്കര ഡൗൺ ആയിരുന്നു, ഡിപ്രഷൻ. എല്ലാവരും എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് വിൽ ബി എ വെരി റോങ് യൂസ്. ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു. ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് നെഗറ്റീവ്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽ ഇങ്ങനെ നോക്കി പോവായിരുന്നു. അപ്പം നോക്കി പോയപ്പം ഒരു ഹർഷദ് ബാങ്ക ഒഫീഷ്യൽ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേജിൻ്റെ പേര്. എനിക്കറിയില്ല, പ്രൊനൗൺസ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. അപ്പം ആ പുള്ളിക്കാരൻ്റെ ഒരു ഇതാണ് കേട്ടോ. ദ വേൾഡ് മൈറ്റ് ഹാവ് different perspectives and opinions about you, so it doesn't matter. None of it matters. What matters is that what kind of opinion and perspective you have about yourself. ലോകത്തിൽ പല ആളുകൾക്കും നിങ്ങളെക്കുറിച്ച് പല ഒപ്പീനിയനും പല ചിന്താഗതിയായിരിക്കും നിങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ചിലപ്പോൾ എന്നെ എടുക്കുകയാണെങ്കിൽ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ പെണ്ണെ കാണാൻ കുരങ്ങച്ചയെ പോലെ ഉണ്ടായിരിക്കുമല്ലോ എന്ന്. പക്ഷേ കുറേ ആളുകൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും പ്രിറ്റിയസ്റ്റ് ആയിട്ടുള്ള ആൾ. ഓക്കെ, ഐ വാസ് ടോക്കിംഗ് അബൌട്ട് മൈ ഫാദർ. സോ പ്രിറ്റിയസ്റ്റ് ആയിട്ടുള്ള ആൾ ഞാനായിരിക്കും. സോ ചില ആളുകളെ നോക്കുമ്പം ഈ പെൺകുട്ടി എന്തൊരു മണ്ടിയാണെന്ന് വിചാരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐ മൈറ്റ് ബി ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ ദേ ഹവ് മെറ്റ്. ഐ ഡോണ്ട് നോ, മൈറ്റ് ബി. പിന്നെ ചില ആളുകൾക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തൊരു മോശം ആറ്റിറ്റ്യൂഡാണെന്ന് വിചാരിക്കും. ചില ആളുകൾക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ ആളുകൾക്ക് ലോകത്ത് ഇത്രയും ആൾക്കാരുണ്ട്, ആളുകൾക്ക് പല ഒപ്പീനിയൻ ആയിരിക്കും. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല, ആസ് ലോങ് ആസ് വി ഡൺ നത്തിങ് ടു ഹേർട്ട് ദം. നമ്മൾ അവർ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. വാട്ട് മാറ്റർ ഇസ് ദാറ്റ് നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു ഓക്കെ ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഐ എം കോട്ട് ആൻഡ് കോട്ട് ഇഫ് യു ഹാവ് ഡൺ നത്തിങ് റോങ് ടു അനദർ പേഴ്സൺ. നിങ്ങൾ വേറെ ആളെ ഉപദ്രവിച്ചിട്ടില്ല, വേറെ ആൾക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലാണ്. നിങ്ങൾ വേറെ നാട്ടുകാരെ മൊത്തം ഉപദ്രവിച്ച് നടന്നിട്ട് ഞാൻ എന്നെക്കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വേറെ ആരെയും ഉപദ്രവിക്കുന്ന ആവശ്യമില്ലാത്ത ആളുകളുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ചെയർഡ് മീ അപ്പ് അ ലോട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, എന്നെ സംബന്ധിച്ച് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ ഇതിന് ഞാൻ പോകുന്നു. So I think I am a good person. At least for me, I am a good person. I am an okay person. So it cheered me up. Yeah, this might make a lot of people yes, stay. That was a very good Harshad Banga official. Yeah. ചുമ്മാ വെറുതെ മോട്ടിവേഷൻ അല്ല, makes a lot of sense. ഇൻസ്റ്റഗ്രാം റീൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില ആളുകൾ ചില കാര്യങ്ങൾ പറയും. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പം ഇറ്റ് ടച്ചസ് യുവർ ഹാർട്ട്. Some people they might not want to hear it, but there are some people who know who will feel better when they hear this. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരുണ്ടായിരിക്കും. So I think these reels are awesome. Yeah, motivational reels. Yes. Okay. And this one is a really good one. Yeah. Okay, we'll start with the questions. Okay, so the first question is should we start ചെയ്യുന്ന questions പറഞ്ഞു തരാമോ? ഷുഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നുണ്ടെങ്കിൽ ചെയ്യണോ, എന്തെങ്കിലും നമ്മൾ ചെയ്യണോന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഷുഡ് വെച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഷുഡ് ഐ കം, ഞാൻ വരണം. ഷുഡ് ഐ ഗോ, ഷുഡ് ഐ ലീവ്, ഞാൻ പോകണം. പിന്നെ ഷുഡ് ഐ ബി പ്രസൻറ്റ് ഫോർ ദിസ്, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണോ ഇതിന് വേണ്ടിയിട്ട്. സോ ചെയ്യണോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ട് യു ക്യാൻ യൂസ് ഷുഡ് ആസ് എ ക്വസ്റ്റ്യൻ വേർഡ്. യെസ്, ഷുഡ് യൂസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അടുത്തത്, എല്ലാവരുടെയും മൈൻഡ് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. ആൾക്കാർ വിചാരിക്കും മലയാളം വായിക്കാൻ അറിയത്തില്ല, എന്തെങ്കിലും വിചാരിച്ചു. Nobody can have the same mindset all the time or always. സത്യമാണ്, സത്യമല്ലേ. അക്സ ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്നു, ക്യാമറ അങ്ങോട്ട് ഓഫ് ആക്കുമ്പോൾ അക്സ അപ്പുറത്ത് കിടന്ന് എനിക്കങ്ങ് വയ്യരേവതി എന്ന് പറയും. ദ സെയിം ഗോ ഫോർ മീ. മീൻസ് എപ്പോഴും നമ്മൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചത്താ മതി എന്ന് വിചാരിക്കും. ചില സമയത്ത് നമ്മൾ ഭയങ്കര ലേസി ആയിരിക്കും, ചില സമയത്ത് എണീറ്റ് ഓഫീസിൽ വരാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും, അത്ര ഇതായിരിക്കും. അപ്പം എല്ലാവരും എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇത് എപ്പോഴും പ്രശ്നം എന്താണെന്നറിയാം, സെലിബ്രിറ്റിയുടെ കേസിൽ. ഒരു സെലിബ്രിറ്റി നമ്മളിപ്പോൾ കാണത്തില്ലേ, ടോവിനോയുടെ ആരാധകരോട് മോശമായിട്ട് പെരുമാറി. യു ഷുഡ് തിങ്ക് ദറ്റ് ഹീ ഈസ് ഓൾസോ എ ബേസിക് ഹ്യൂമൻ ബീങ്. ചിലപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്
പേഴ്സണൽ പല something. ഇഷ്യൂ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ സനസിക്കല്ലേ, അവനൊരു ദുൽഖറിന്റെ ഇവിടെ ഒരു സെൽഫി എടുത്തത്. അപ്പൊ ആ ഫോട്ടോയിൽ ദുൽഖർ ചിരിക്കുന്നില്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ്. ആ സമയത്ത് പുള്ളിക്ക് സെൽഫി എടുക്കാനുള്ളൊരു മൂഡ് ആയിരിക്കത്തില്ല. ആ സമയത്ത് പുള്ളി വേറെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനിലായിരുന്നു കാണാം. ഒരു മനുഷ്യനല്ലേ, എല്ലാവരും എപ്പോഴും ചിരിച്ചോണ്ട് സ്ക്രീനിൽ കാണുന്നവരിക്കാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ് ഇസ് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അടുത്തത്. എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ ആർക്കും മനസ്സിലാവില്ല. KGF 2. Yes, KGFലെ ഡയലോഗ് അത്. Nobody other than the people who have loved me can understand or knows my value, my integrity അല്ലെങ്കിൽ my virtue. യോഗ്യത എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ എന്നാണ് അർത്ഥം. ബട്ട് ഈ ഒരു ഡയലോഗിൽ അത് വരുന്നില്ല. എൻ്റെ യോഗ്യത എന്ന് പറയുമ്പം SSLC പാസ്ഡ്, ഡിഗ്രി കംപ്ലീറ്റഡ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അല്ലല്ലോ. യോഗ്യത എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് അർഹിക്കുന്നു എന്നുള്ളതല്ലേ, എൻ്റെ അർഹത എന്നുള്ളതല്ലേ. അപ്പോൾ ആ കേസിൽ എൻ്റെ വിർച്യു, എൻ്റെ വാല്യൂ അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റിഗ്രിറ്റി എന്താണെന്ന് എന്നെ സ്നേഹിച്ചവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ അല്ലേ. ഓക്കെ, സോ ഇനി എൻ്റെത്. പ്ലീസ് കോൾ മീ വൺസ് യു റീച്ച്ഡ് ഹോം. കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല. എന്താ കറക്റ്റ് അപ്പം? യു ക്യാൻ സേ പ്ലീസ് കോൾ മീ വൺസ് യു ഹാവ് റീച്ച്ഡ് ഹോം. ഓക്കെ, ഓർ വൺസ് യു റീച്ച് ഹോം. റീച്ച്ഡ്, ഇപ്പം ഇവിടെ ആൾ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് യു റീച്ച്ഡ് എന്ന് വന്നത്. അങ്ങനെ വരില്ലല്ലോ, അങ്ങനെ വരില്ല. യു ഹാവ് റീച്ച്ഡ്. ദ പ്രോബ്ലം ഇസ് ഷീ മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് ഫ്രം സംവെയർ. നമ്മൾ ഇങ്ങനെ പറയാം, പ്ലീസ് കോൾ മീ വെൻ യു റീച്ച്ഡ് ഹോം. വെൻ യു എന്നേ വരത്തുള്ളൂ, യു ഹാവ് എന്ന് പറയില്ല എപ്പോഴും. സോ അങ്ങനെ വരുമ്പോൾ ആ യു കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇസ് ഹി ഗോൺ വരുന്നത്. ഹാസ് ഹി ഗോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീസ് ഗോൺ എന്ന് പറയത്തില്ലേ. ഹീസ് ഗോൺ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഹി ഈസ് ഗോൺ എന്നാണ് വിചാരിക്കുന്നത്. ഹീസ് ഗോൺ എന്ന് പറയുമ്പോൾ ഹി അപ്പോസ്ട്രോഫി എസ് വിച്ച് ഈസ് ഓൾസോ ഹി ഹാസ്. അങ്ങനെ കൺഫ്യൂഷൻ വരാം. സോ പ്ലീസ് കോൾ മീ വൺസ് യു റീച്ച്ഡ് ഹോം ഓർ പ്ലീസ് കോൾ മീ വൺസ് യു റീച്ച് ഹോം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ്. hasn't reached Abhi yet. ഇത് കറക്റ്റ് ആണോ? ഓക്കെ, ഇത് കറക്റ്റ് അല്ല. hasn't Abhi reached yet എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. hasn't reached Abhi yet എന്നല്ല. ഇവിടെ ക്വസ്റ്റ്യൻ്റെ സെന്റൻസ് ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ റോങ് ആണ്. എല്ലാം കറക്റ്റ് ആണ്. ഇതും ഗ്രാമറിന്റെ ഒരു ഭാഗമാണ്. ദിസ് ഇസ് വേർ യു നീഡ് ടു നോ ഹൗ ടു കൺസ്ട്രക്ട് എ സെന്റൻസ് ഓർ എ ക്വസ്റ്റ്യൻ. സോ ഹിയർ വാട്ട് ദ പ്രോബ്ലം ഇസ് hasn't Abhi reached yet എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഇഫ് ദർ ഇസ് നോ ഓക്സിലറി വെർബ്. ഇവിടെ ഇപ്പം ഹാസ് ഒരു ഓക്സിലറി വെർബ് ആണ്, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് അത് ആക്ട് ചെയ്യാണ്. അപ്പം hasn't Abhi reached yet. ബട്ട് ഇപ്പം നീ എന്താണ് ചെയ്തത്? ഓക്കെ, നീ എന്താണ് ചെയ്തത്? അപ്പം വാട്ട് യു ഡൺ ഇറ്റ് എന്ന് ചോദിക്കില്ല, വാട്ട് യു ഹാവ് ഡൺ ഇറ്റ് എന്ന് ചോദിക്കില്ല, വാട്ട് ഹാവ് യു ഡൺ ഇറ്റ് എന്ന് ചോദിക്കില്ല. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബ് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ടൈം. ഈ കേസിൽ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഹാസ് എന്ന വാക്കാണ്. അപ്പം ഹാസിൻറ്റ് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അഭി, വേർബ്, റീച്ച്ഡ്, യെറ്റ്, ടൈം. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ, ഓക്കെ. I should ask the question. Okay. So they're saying it was just a comment. Okay, it was not a doubt, but it was a comment, but we found it interesting, so we thought about taking it in. Revati doesn't allow to speak other tutor. Other tutorന്റെ പേര് പോലും പറയാനുള്ള സ്പേസ് ഞാൻ കൊടുത്തിട്ടില്ല. അതെ, എന്താ അതർ ട്യൂട്ടർ? എന്തൊരു സ്വഭാവമാണ് ഇവിടെ ഇവിടെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, സോ ദി തിങ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ പറയുക ഈ സെന്റൻസിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നമ്മളത് തിരിച്ചു തരാന്ന് വെച്ചാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവണ്ടേ ഇങ്ങനത്തെ കോമെന്റ്സിലൊക്കെ. രേവതി doesn't allow the other tutor to speak എന്നാണ്. Allow speak the other tutor is completely wrong. The sentence construction is way out of line. Revati doesn't allow other tutor to speak, and it's not my decision to let her speak. avukku samsarikkanengil avukku samsarikam. It's not my job to make her speak, but I do that, by the way. പക്ഷെ എന്താ വെച്ചാൽ അവൾക്ക് സംസാരിക്കണമെങ്കിൽ അവൾക്ക് സംസാരിക്കാം, അത് എൻ്റെ ഇതില്ല. എവിടെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും.
എനിവേ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഹി ഈസ് ഗോൺ എന്ന് പറയുമോ? ഇല്ല, ഹി ഈസ് ഗോൺ എന്ന് പറയില്ല. ഹി ഹാസ് ഗോൺ എന്നാ പറയുന്നത്. ഹീസ് ഗോൺ, ഹി അപ്പോസ്ട്രോഫി എസ് ഗോൺ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഹി ഈസ് ഗോൺ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഹി ഹാസ് ഗോൺ. ഓക്കെ, അങ്ങനെ പറയുള്ളൂ. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? യെസ്. യാ, ലൈക്ക് ഹി ഈസ് ഗോൺ എന്ന് കേട്ടപ്പോൾ ആരോ മരിച്ചു പോയ പോലെ എനിക്ക് തോന്നി. മൈ ഗോഡ്, പ്ലീസ് സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെസിമിസ്റ്റ്. വായിക്കി. The PM thanked His Excellency for his visit to India. Is it the correct way? Yeah, it is the correct way. Thank ഇവിടെ it doesn't act as a thank is a verb, right? Thanked, congratulated, disciplined. You'll say The PM thanked His Excellency is when we നമ്മൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാ ഹിസ് എക്സലൻസി എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഡൗട്ട് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കണ്ടപ്പോൾ ഈ ഹിസ് എക്സലൻസി ആയിരിക്കും ഇത് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും വെരി വെരി ഇമ്പോർട്ടന്റ് പീപ്പിൾ ഒക്കെ ഇല്ലേ. ഫോർ ഹിസ് വിസിറ്റ് ടു ഇന്ത്യ ആണോ ഡൗട്ട് എന്ന് വന്നേക്കുന്നതെന്ന് അറിയില്ല. ഇല്ല, ഇത് ഭയങ്കര ഒരു കോമൺ യൂസേജ് അല്ലല്ലോ ഹിസ് എക്സലൻസി. നമുക്ക് രാജാക്കന്മാരൊക്കെയാണ് പറയുന്നത് അല്ലേ. അങ്ങനെ അത്രയും വെരി വെരി ഇമ്പോർട്ടന്റ് പീപ്പിളിനെയാ. അതെ. അപ്പം the PM thanked him. ഇവിടുത്തെ him ആരാണ്? His Excellency. His Excellency. Most probably this person is from a royal family. നമ്മൾ പ്രസിഡന്റിനെ ആണെങ്കിലും the president എന്നേ പറയത്തുള്ളൂ. Mr. President എന്നേ പറയത്തുള്ളൂ. We don't address president of a country as His Excellency as far as I know. റോയൽ ഫാമിലിയിലുള്ള ആൾക്കാരെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നേപ്പാളിലൊക്കെ റോയൽ ഫാമിലിയുടെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഹിസ് എക്സലൻസി എന്ന് പറയുന്നത് എനിക്കറിയാവുന്നിടത്തോളം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, does he gone, is he gone, has he gone, is this usages are correct? Okay, okay. Does he gone നമ്മൾ പറയില്ല. Does he go അത്ര മതി. Is he gone എന്ന് പറയില്ല. Is he going എന്ന് പറയും. Has he gone is correct. അവൻ പോയോ എന്നുള്ളത്. ഓക്കെ, അവിടെയാണ് ശരിക്കും നമ്മുടെ മിസ്റ്റേക്ക് വരുന്നത്. ഇസ് ദിസ് യൂസേജസ് ആർ കറക്റ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. ബിക്കോസ് ഈ ഒരു ഫ്രേസിൽ തന്നെ ഇങ്ങനെ മാറും വന്നേക്കാണ് സെയിം ഇതില്, അങ്ങനെ വരില്ല. ഇപ്പൊ നമ്മള് ഇസ് ദിസ് യൂസേജ് കറക്റ്റ്, ഓക്കെ, അല്ലെങ്കിൽ ആർ ദീസ് യൂസേജസ് കറക്റ്റ്, അല്ലാതെ ഇസ് ദിസ് ആർ നമ്മൾ വരില്ല. ഇഫ് യു ഹാവ് ദ വേർഡ് ഇസ് ഇൻ എ ഫ്രേസ്, ഇൻ എ സെന്റൻസ് എന്ന് ഞാൻ പറയില്ല, മേ ബി സെന്റൻസിൽ കണക്റ്റിംഗ് കൺജങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് രണ്ട് ഫ്രേസസ് ആക്കാമല്ലോ അല്ലേ. സോ ഒരു ഫ്രേസിൽ എന്തായാലും ഇസും ആറും ഒരുമിച്ച് വരില്ല. ഓക്കെ, ദാറ്റ്സ് റോങ്. പക്ഷെ ഇത് ഒത്തിരി പേര് വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. ഓക്കെ, ബോർഡറിൽ ചെയ്യാം ഇത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറയാൻ. യെസ്, the white men have been long gone for years or the white men have gone for years. ഇത് കറക്റ്റ് ആണോ? ഇതിലേതാ കറക്റ്റ് എന്നാണോ ക്വസ്റ്റ്യൻ? എന്താ ക്വസ്റ്റ്യൻ ഇതിലേതാ കറക്റ്റ് എന്നാണ്. the white പറഞ്ഞോ. the white men have been long gone for yearsനകത്ത് ആദ്യം 4 years കട്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ലോങ് ഗോൺ പറയുന്ന സമയത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ടൈം പറയാറില്ല. ഓക്കെ, അപ്പൊ 4 years നമ്മൾ കട്ട് ചെയ്തു. ഇനി ദ വൈറ്റ് മെൻ ഹാവ് ബീൻ ലോങ് ഗോൺ നമ്മൾ പറയില്ല. വി സേ ദ വൈറ്റ് മെൻ ആർ ലോങ് ഗോൺ. പോയി, ഒത്തിരി വർഷങ്ങൾ ലോങ് ഗോൺ എന്ന് പറഞ്ഞാൽ അവർ പോയി, ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. the white men have gone for years എന്ന് നമ്മൾ പറയത്തില്ല. അങ്ങനെ പറയുമ്പോൾ ഇതെന്ന് അവരെവിടെ പോയിട്ട് ഇപ്പൊ തിരിച്ചു വരും അങ്ങനത്തെ ഒരു അർത്ഥം വരും. then have gone somewhere, have gone for years means it gives the idea that the white men have gone for years. Doesn't make any sense. Yeah, it doesn't make much sense. The white men are long gone. I believe that he is speaking about Britishers. ആണെന്ന് തോന്നുന്നു. സോ ദ ബെസ്റ്റ് വേ ടു സേ ഇസ് ദിസ്, ഹാവ് ബീൻ ലോങ് ഗോൺ എന്ന് പറയില്ല, ആർ ലോങ് ഗോൺ എന്നേ പറയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, that was the 10th question. കംപ്ലീറ്റ് ആയി. പേടിക്കല്ലാതെ ഞാൻ സംസാരിക്കാൻ സ്പേസ് ഒന്നുമില്ല എന്നുള്ള എന്തെങ്കിലും പരാതികളുണ്ടോ എക്സാമൊക്കെ ഉണ്ടെങ്കിൽ ആ കോമെന്റ് ഇട്ട ആളുടെ കോമെന്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടാൽ. Okay, so okay, so നമ്മളെ ആൾക്കാർക്ക് അത്ര അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. Yeah, but I think it's not fair to pass a judgment without knowing those people.
പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാനുണ്ടല്ലോ, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ when I was 20-21 of that age, നമ്മൾ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ അങ്ങ് അഭിപ്രായം പറച്ചില്ല. ഞാനും ഒട്ടും മോശക്കാരിയല്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞത്. ഐ വാസ് നെവർ പെർഫെക്റ്റ്, ഐ വാസ് നത്തിങ് ക്ലോസ് ടു പെർഫെക്റ്റ്. അപ്പം ഇങ്ങനെ കോമൻറ്റ് പാസ് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഇറങ്ങിയാൽ എളുപ്പത്തിൽ ആളെ കുറ്റപ്പെടുത്തുമായിരുന്നു. ബട്ട് നമ്മളെ ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് കുറേ കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് എനിക്കറിയുന്നത് ദർ ഇസ് നമുക്ക് വേറൊരാളുടെ ലൈഫിൽ കയറിയിട്ട് ദിസ് ഈസ് റൈറ്റ്, ദിസ് ഈസ് റോങ് എന്ന് പറയാനുള്ള അവകാശമില്ല. ബിക്കോസ് വി ഡോണ്ട് നോ ദം. Okay, unless we know the whole thing, we are not to say anything about that. ഇപ്പം എന്ത് കേസ് വന്നാലും ഞാൻ അന്വേഷിക്കും ഇതിലേതാ ശരി, ഇതിലേതാ തെറ്റെന്നുള്ളത്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ അനിയനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ ദ പൈനാപ്പിൾ ഈറ്റിംഗ് എലിഫന്റ്? The elephant who ate pineapple and the poor thing died. Okay, which is not fair. അപ്പോൾ അത് സ്ഥലത്തിൽ തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് വാർത്ത വന്നപ്പോൾ എൻ്റെ അനിയൻ അപ്പം തന്നെ പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനാണെങ്കിൽ അതിനോട് ഈ കോമൻറ്റ് ചെയ്തു, എന്ത് മനുഷ്യനാണിത്, മനുഷ്യ സ്നേഹമില്ല, ഇതാണ്. അതിന് ശേഷമാണ് അതിന് വന്നത് ആ സ്ഥലം തന്നെ വേറെ ആയിരുന്നു എന്നുള്ളത്. ഇറ്റ്സ് എ കോൺട്രവേഴ്സ്യൽ തിങ്, സോ ഐ എം നോട്ട് മെൻഷനിങ് ദ പ്ലേസ്. ആ സ്ഥലം തന്നെ വേറെ ആയിരുന്നുള്ളത്. സോ ദെൻ വി റിയലൈസ് ഈ പത്രത്തിൽ കാണുന്നത് പോലും യു കെ നോട്ട് ബിലീവ്. യു ഹാവ് ടു ആക്ച്വലി ലുക്ക് ഇൻ ടു ഇറ്റ്, ലേൺ വാട്ട് ദ ഇഷ്യൂ ഇസ് ആൻഡ് ദെൻ ഓപ്പൺ യുവർ മൗത്ത്. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് സോറി മറ്റേതാ മറിച്ചതാണെന്ന് അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ലൈക്ക് പോയിന്റ് മനസ്സിലായെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വിഷമമൊന്നും ഇല്ല, ബട്ട് വി ആർ ജസ്റ്റ് സേയിങ്. ആളുകൾ അങ്ങനെയാണ്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ നമ്മുടെ കാര്യം തന്നെ വി ഓൾസോ ഹാവ് ദ സെയിം. We've had so many such a horrible experience. അപ്പം ഞങ്ങൾക്ക് പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് തോന്നുന്നു പഠിച്ചത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത് ക്ലിയർ ആയിട്ട് അന്വേഷിക്കാൻ നിങ്ങൾക്ക് ഒരു അഭിപ്രായം പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഭിപ്രായം പറയാതിരിക്കും. ഇഫ് യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്, ജസ്റ്റ് കീപ് യുവർ മൗത്ത് ഷട്ട്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ ഇപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡല്ലല്ലോ, ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യുക. താല്പര്യമുള്ളവർക്ക്, താല്പര്യമില്ലാത്തവർക്ക് പ്ലീസ് ഡോണ്ട് ഷെയർ. വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കരുത്. ആൻഡ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൗൺസിലറിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വെള്ളം. ഓക്കെ, അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ബൈ, താങ്ക് യു, ടേക്ക് കെയർ. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.